എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന അതായത് ചിങ്ങമാസം 2024 മുതൽ അടുത്ത ചിങ്ങം വരെ 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഈ ചിങ്ങം 2024 മുതൽ അടുത്ത ഒരു 2025 വരെയുള്ള ചിങ്ങം ഒരു വർഷത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Cultivation, fulfillment, capacity to love, relaxation, decision, beginning. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾ പൊതുവെ ജീവിതത്തിൽ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഇതിനു മുമ്പെടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു സമയമാണ്. നിങ്ങളൊരു ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഫസ്റ്റ് കൾട്ടിവേഷനാണ്. വീട് മാറുന്ന ഒരു തീരുമാനം നിങ്ങൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. നിങ്ങളിപ്പോൾ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്ന, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഇടത്തു നിന്ന് നിങ്ങൾ മാറുന്നുണ്ട്. തറവാട്ടിൽ ചിലപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സഹോദരങ്ങളോടൊപ്പം ഒരുമിച്ച് താമസിക്കുന്നത്. ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറി സ്വന്തമായിട്ടൊരു വീടോ തൽക്കാലം വാടകയ്ക്കോ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കാണിക്കുന്നുണ്ട്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ഫിസിക്കലി നിങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള മാറ്റം, ഇപ്പോൾ ട്രാൻസ്ഫർ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള മാറ്റം, അത് ജോലി സംബന്ധമായിട്ടും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറുകയാണ്. ഇപ്പോൾ ജോലിയിൽ ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വീടും മാറുകയാണ്. കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് ആകുമ്പോൾ അത് വീട് മാറുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മൂവ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്, അത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്, കുടുംബം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പൊതുവിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ വീട് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ അനിവാര്യമായിട്ട് വരുന്ന, ഓരോരുത്തരുടെയും ജാതകവശാൽ കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളാകാം. അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഒരു മുറി കൂടി, കൂടുതലായിട്ടൊരു മുറി കൂടി പണിയിക്കുന്നത്, വീട്ടിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒറ്റയിടത്ത് താമസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറൊരു വീടുണ്ട്, അങ്ങോട്ടേക്ക് മാറാനാണെങ്കിൽ ആ വീട്ടിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അവിടേക്ക് മാറുന്ന ഒരു സാഹചര്യമാകാം. ഇപ്പോൾ പഴയ വീട്ടിലാണെങ്കിൽ അതിൽ ചെറിയ പണികളൊക്കെ നടത്താനുള്ള സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഈ ഒരു വർഷക്കാലത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സാധ്യതകളുള്ള വർഷമാണ്. അപ്പോൾ ഈ വളരെ നല്ല സാധ്യതകളുള്ള വർഷമാണ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ. അല്ലാതെ നല്ല സമയമാണ് എന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെറുതെ കൈനീട്ടിയിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. അതായത് അതിന് വേണ്ടുന്ന ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല സമയം എന്ന് പറയുമ്പോൾ ആളുകൾ പൊതുവെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു തടസ്സമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടാവില്ല. ചലഞ്ച് എന്നുള്ളൊരു വാക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുക. കാരണം പലരും മുന്നിലെ ചലഞ്ചസ് വരുമ്പോൾ അതൊരു തടസ്സമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. മുന്നിലേക്ക് അങ്ങനെ എന്തെങ്കിലും വരികയാണ് എങ്കിൽ നമ്മൾ അതിനെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യപ്രാപ്തി ഉള്ളവരാകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതൊരു തടസ്സമാണ്. അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അച്ഛനമ്മ അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ട് അവര് എല്ലാം മുമ്പിലുള്ള ഓരോന്നും മറ്റുള്ളവരെ മാറ്റി തന്നിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് എല്ലാവരും ഏതിനും അച്ഛനമ്മമാരുണ്ടാവും. അങ്ങനെയുള്ള അച്ഛനമ്മമാരും മക്കളെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഏത് കാര്യത്തിന് എന്ത് വന്നാലും ഉടനെ അച്ഛനമ്മമാരുടെ അടുത്ത് വന്നിട്ട് അതിന് മുമ്പിലുള്ളതെല്ലാം കാട് വെട്ടിത്തെളിച്ച് വഴി തെളിച്ചു കൊടുക്കും. നിങ്ങൾ ചെയ്യുന്നത് അതിലേ നടക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു രീതിയല്ല, നിങ്ങളുടെ മുമ്പിലുള്ള കാട് നിങ്ങൾ തന്നെ വെട്ടിത്തെളിച്ച് നിങ്ങൾ തന്നെ മുന്നോട്ടേക്ക്, അതായത് പണിയെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതെടുത്ത് പറയാൻ, നിങ്ങൾക്ക് ചിലവരെ സംബന്ധിച്ച് വിദേശത്ത് പോകുന്നതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പലതും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ എടുത്തിട്ട് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പാരൻസിന്റെ അല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് പോയി
നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോൺ എടുത്തത് നിങ്ങൾ തന്നെ അടച്ചു തീർക്കുക. അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് പഠിക്കുന്നതും പുറത്തു പോയിട്ട് പഠിക്കാൻ പോകുന്നതും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഈ ഒരു വർഷക്കാലത്തിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് കപ്പാസിറ്റി ഓഫ് ലവ് എനർജിയാണ്. ഇത് നമ്മൾ പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളെ കുറിച്ചിട്ടും പല വ്യക്തികളും ചില കാര്യങ്ങൾ തുറന്നു പറയില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സങ്കടമാകുമോ അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടം കൊണ്ട്. ചില ആളുകളാണെങ്കിൽ മറ്റുള്ളവര് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ചിട്ടെല്ലാം ഉള്ളതിനേക്കാൾ കൂടുതൽ കൂട്ടിപ്പറയാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട്, അതായത് നിങ്ങളുടെ അവഗണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും. ഇഷ്ടമുള്ള വ്യക്തികളുടെ ചീത്ത സ്വഭാവങ്ങളോ അവരുടെ നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളെയോ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ഇരിക്കുക. അതായത് ഓപ്പൺ മൈൻഡഡ് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഓപ്പൺ മൈൻഡഡ് ആവുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും അവരുടെ പ്രവൃത്തികൾ ശരിയല്ല എങ്കിൽ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, അതിനെ എതിർക്കുക തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവര് നല്ലത് ചെയ്താലും പറയുന്നില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോവാതിരിക്കുക. നല്ലത് ആര് ചെയ്താലും അതിനെ അനുകൂലിക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് സ്നേഹം കൊണ്ടിട്ട് നിങ്ങൾ അവരുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ അത് അവർക്കാണ് പറയാവുന്നത്. പിന്നീട് നിങ്ങൾ ഇവിടെ എടുത്ത് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് റിലാക്സേഷനാണ്. അപ്പോൾ പലതും നമ്മളായിട്ട് തീരുമാനിച്ചുറപ്പിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നു എന്ന് തന്നെ പറയാം. ഇത് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് നല്ലൊരു സമയം കാണിക്കുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് നല്ലൊരു കാര്യം സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ടെസ്റ്റ് ഇപ്പോൾ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത്, എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ശ്രമിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സമയം നല്ലതായതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുക. അതായത് ഈ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങൾ പറയാനും നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ എഴുതാനുള്ള കഴിവുമൊക്കെ നിങ്ങൾക്കുണ്ടാവും. പക്ഷെ അതിനാദ്യം ചെയ്യേണ്ടത് വ്യക്തമായിട്ട് നല്ല രീതിയിൽ സമയമെടുത്ത് ആപ്ലിക്കേഷൻ അയക്കുക. അതുപോലെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ആയിട്ട് പോവുക. കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുകയാണെങ്കിൽ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ട് പോയാൽ അത് ആ കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടുന്ന പോലെ ചെയ്യാൻ തോന്നിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് പോയാൽ ആ സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ദൈവാനുഗ്രഹം. അല്ലാതെ മടി പിടിച്ചിരുന്നിട്ട് പരീക്ഷയ്ക്ക് എനിക്ക് പാസ്സാവാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിലല്ല എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. ഡിസിഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ട്. വിവാഹം അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം നിങ്ങൾ പലരും വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എനർജി അല്ല, അതായത് വിവാഹം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ചില ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ വിവാഹം പല ആളുകളും ജോലി കിട്ടിയതിന് ശേഷം മതി, അല്ലെങ്കിൽ ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കും മറ്റൊക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹാധികാരങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ പൊതുവെ കുറവാണ്. അഥവാ വിവാഹ സാധ്യത ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം അവസാനത്തോടു കൂടിയിട്ടാണ് വിവാഹ സാധ്യത കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. പിന്നെ ബിഗിനിങ് എനർജിയാണ്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ്. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ, ഓഫീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് പരിചയപ്പെടുന്ന ആളുകളായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരിടത്തായിരിക്കും താമസിക്കുന്നത്, കാലങ്ങളായിട്ട്. പക്ഷെ അയൽവാസികളായിട്ട് നല്ല രീതിയിലുള്ളൊരു ബന്ധമൊന്നും ഒരു ന്യൂട്രലായിട്ട് നല്ലതും ചീത്തയും അല്ല എന്നുള്ള രീതിയിൽ ബന്ധമാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടാവും. എന്തെങ്കിലും മാറ്റങ്ങൾ അവിടുത്തെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാവാം.
അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുന്നു, കുറച്ചുകൂടി അടുത്തിടപെടുന്നു, കൂടുതൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കും നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല, ഒരു പ്രശ്നങ്ങളില്ല, അതേപോലെ നല്ലൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കാൻ, ഫ്രണ്ട്ഷിപ്പ് അതുപോലുള്ളൊരു ബന്ധങ്ങൾ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയം ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.